ഹലോ, എല്ലാവർക്കും ഹാപ്പി ഓണം. എങ്ങനെയുണ്ടായിരുന്നു എല്ലാവരുടെ ഓണമൊക്കെ? അപ്പോൾ ഞങ്ങളുടെ ഇത് തിരുവോണത്തിൻ്റെ അന്ന് ഞങ്ങളുടെ സദ്യ ആദ്യം എത്തി. ഞങ്ങളൊരു കടയിൽ ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു, അവിടെ അവർ ഡെലിവറി ചെയ്തതാണ്. പിന്നെ ഞങ്ങൾ എക്സ്ട്രാ ആയിട്ട് ലുലുന്ന് പായസം വാങ്ങിച്ചിട്ടുണ്ടായി. വീണ്ടും ബനാന ലീഫ്, നല്ല ഫ്രഷ് ലീഫാണ്, ഒരു കുഴപ്പമില്ല. നല്ല നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ വെട്ടിയെടുത്ത് കൊണ്ടുവന്ന മാതിരിയുള്ള അത്രയ്ക്ക് നല്ല ഫ്രഷ് ലീഫാണ്. അപ്പം നിച്ചിനെ ഞാൻ കുളിപ്പിച്ച് റെഡിയാക്കി നിർത്തിയേക്കാണ്. പിന്നെ പൂക്കളം ഇടണം. ഇത് ഇന്നലെ ലിൻഡോസ് വാങ്ങിയിട്ട് വന്നതാണ്. അപ്പോൾ ഞങ്ങൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് പൂക്കളേ ഉള്ളൂ കേട്ടോ, ചെറിയൊരു അത്തപ്പൂക്കളാണ്. അപ്പോൾ ഇതെല്ലാം ഇനി ഇതളുകൾ വിടർത്തണം. അപ്പം ഞാൻ ഇതളുകളൊക്കെ അടർത്താൻ തുടങ്ങി. ഇതിൻ്റെയൊക്കെ സ്മെല്ല് കിട്ടുമ്പോൾ പണ്ട് ഓണം ആഘോഷിച്ചൊക്കെ ഓർമ്മ വരും, ആ ഒരു നൊസ്റ്റാൾജിയ വരും. പണ്ട് സ്കൂളിലൊക്കെ നമ്മൾ അത്തപ്പൂക്കള മത്സരമൊക്കെ ഉണ്ടായിരുന്നല്ലോ, ആ ടൈമിൽ ഇഷ്ടംപോലെ ഇതുപോലെ ജമന്തിയും ബന്ദിയുടെ ഒക്കെ ഇതളുകൾ പറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഓർമ്മയൊക്കെ മനസ്സിലേക്ക് വന്നു കേട്ടോ. ഇത് മുല്ലപ്പൂവാണ്. ഇതും അവിടെ ഷോപ്പിൽ നിന്ന് തന്നെ വാങ്ങിച്ചതാണ്. നല്ല ഫ്രഷ് മുല്ലപ്പൂവാണ്. എനിക്കും നിച്ചുവിനും തല വെക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചുകൊണ്ട് വന്നതാണ്. ഇതേ ലിൻഡോസ് പൂക്കളിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഏകദേശം തീരാറായിട്ടോ. ഞാൻ നിച്ചുവിനെ മാറ്റി നിർത്തിയേക്കായിരുന്നു, കാരണം ഇത് കണ്ടു കഴിഞ്ഞാൽ അവൾ വന്ന് വാരുമല്ലോ, അതുകൊണ്ട്. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ പൂക്കളം. വളരെ സിമ്പിളാണ്. ഞങ്ങളുടെ ഓണക്കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. ഓക്കെ, ഹാപ്പി ഓണം. ഹാപ്പി ഓണം എല്ലായിടത്തും പറഞ്ഞേ. എങ്ങനെ ഹാപ്പി ഓണം പറയണേ? താങ്ക് യു പപ്പ. ഇവിടെ വെക്കാം. അങ്ങനെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് സദ്യയൊക്കെ ഉണ്ടി കഴിഞ്ഞ് ഞങ്ങൾ കിടന്ന് ഉറങ്ങി കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് പുറത്തേക്ക് പോകാൻ റെഡിയായി. അപ്പം ഞങ്ങൾ മദീന സയ്യിദ് മാളിലേക്കാണ് പോകുന്നത്. ഇവിടെ അടുത്താണ് കേട്ടോ, ഞങ്ങൾക്ക് നടന്നു പോകാവുന്ന ദൂരമേ ഉള്ളൂ. അപ്പോൾ ഇനി മാളിൽ ചെന്നിട്ടുള്ള കാഴ്ചകളൊക്കെ കാണിച്ചു തരാം കേട്ടോ. മാള് ഞാൻ ഫുള്ളായിട്ട് കാണിക്കുന്നില്ല, ഞാൻ ഞങ്ങൾ ലുലു മാത്രമേ ജസ്റ്റ് കയറുന്നുള്ളൂ. കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാറുണ്ട്, അതുകൊണ്ട് ലുലു മാത്രമേ കയറുന്നുള്ളൂ. അപ്പോൾ അവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ.